എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് 100%, 99 അല്ല 100% ശരിയും അവരുടെ ഭാഗത്ത് 100% തെറ്റ്. ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു. അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും എന്നാൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ജീവനക്കാർ നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണകുമാറിനും അനുകൂലമായി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ഒരു വലിയ പ്രയാസഘട്ടത്തിലൂടെയാണ് ആഴ്ചകളോളം കടന്നുപോയത്. ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ തീരുമാനം. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ ഉടനെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ആ സമയത്ത് കൂടെ നിന്ന മാധ്യമപ്രവർത്തകർ, പിന്നെ ധാരാളം സുഹൃത്തുക്കൾ, അതിനൊക്കെ പുറമെ നമ്മൾ പോലും അറിയാതെ പലരുടെയും പ്രാർത്ഥന ഇതിനകത്തുണ്ടായിരുന്നു. കാരണം കേരള സമൂഹത്തിന്റെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അവർ കൃത്യമായിട്ട് അവർ നേരത്തെ വിധിച്ചിരുന്നു ഇത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനും അനുകൂലമായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു, എഫ്ഐആർ നമ്മുടെ പേരിൽ വരുന്നു, അതൊരു കൗണ്ടർ കേസിലായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് എനിക്കൊന്ന് ഒരാഴ്ചയ്ക്കകത്ത് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു വിധി വരൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു. കിട്ടാവുന്ന രേഖകൾ ഇത്രയും പെട്ടെന്ന് സമയത്ത് കൊടുത്തിട്ട് നോക്കണം നമ്മളെ കൃത്യം എന്താ ആഗ്രഹിച്ചത്. കാരണം എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് 100%, 99 അല്ല 100% ശരിയും അവരുടെ ഭാഗത്ത് 100% തെറ്റ്. ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു. അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും എന്നാൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വലിയ, അതായത് മേ ബി പറയുമ്പോൾ ഒരു സെഷൻസ് കോടതിയിലെ ഒരു ചെറിയ വിധിയായിരിക്കും, പക്ഷേ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും, അതായത് 90% ആൾക്കാരും സത്യം കേൾക്കാനും സത്യം പറയാനും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് കുറച്ചു കാലങ്ങളായിട്ട് പല വാർത്തകളും ദുഃഖം കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു നിരാശ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ജീവിതത്തിൽ സത്യം തന്നെ പ്രവർത്തിക്കണമെന്ന് ഒരു ഊർജം കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത്. അതായത് ഇവരിപ്പോഴും ഒളിവിലാണ്. എപ്പോഴെങ്കിലും ഈ കോടതിയുടെ ഈ നടപടികൾക്കിടയിൽ എപ്പോഴെങ്കിലും ഈ കേസ് സെറ്റിലാക്കുക എന്നൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് പരോക്ഷമായോ പ്രത്യക്ഷമായോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്? അന്ന് ഈ വിഷയം ഉണ്ടായതിനു ശേഷം അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ നമ്മളത് അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. കാരണം നിയമപരമായി തന്നെ മുമ്പോട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഈ വിഷയമൊന്നും ഞാൻ പുറത്തു കൊണ്ടുപോകാതെ ഞാൻ അവർക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ജീവിച്ചു പോകുന്ന പോട്ടെ നല്ലൊരു വഴി തുറന്നു കൊടുത്തു. ഒരിക്കലും ആരും കാണിക്കാത്ത ഒരു കച്ചവടക്കാരനാണ് അങ്ങനെ ചെയ്യില്ല. കാരണം 69 രൂപ തരാനുള്ളപ്പോൾ 22,000 രൂപയ്ക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അന്ന് പലരും പറഞ്ഞു ആ ടാക്സിന്റെ ഇതൊക്കെയാണെന്നൊക്കെ പലരും പറഞ്ഞു. നമ്മൾ കണ്ടത് അതിൻ്റെയൊക്കെ അപ്പുറം കണ്ട ഒരു കാഴ്ചയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളാണ് കടന്നു പോകുന്ന പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവത്തിന് പോലും നിരക്കാത്ത പ്രവൃത്തിയെ ഞാൻ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ കൊണ്ട് വീണ്ടും പരാതി കൊടുക്കാനും ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് കാരാഗൃഹത്തിനകത്ത് കിടക്കണം, ഇങ്ങനെ തെറ്റ് ചെയ്തവർക്ക് ഇത്ര കടുത്തൊരു ശിക്ഷ കിട്ടണമെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. ശിക്ഷയൊന്നും ആയിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. പക്ഷെ അത് വരും. കാരണം എപ്പോഴും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നിയമം കൃത്യമായി, കാരണം അവർക്ക് സമയം വേണം, വേണ്ട തെളിവുകൾ എടുക്കണം. കോടതിയിൽ വന്നാൽ ഒരു കാരണവശാലും രക്ഷപ്പെടരുന്നുള്ള രീതിയിലൊരു ഇത് വരണം. അതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളും പൂർണ്ണമായിട്ടും നിയമത്തിന്റെ കൂടെ നിൽക്കും. ഏതറ്റം വരെയും പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഇതാണ് എന്റെ മനസ്സിലിപ്പോൾ. സ്വാഭാവികമായിട്ടും അന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം മെച്ചപ്പെട്ടു. അവൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. ചെക്കപ്പുള്ള ദിവസമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. കാരണം ഈ ആഴ്ച മുതൽ ഒരു 10 ദിവസത്തിനകത്ത് എപ്പോൾ വേണോ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനും പറഞ്ഞു ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ. പക്ഷെ അവൾ വീണ്ടും ഓഫീസിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനസികമായി വളരെ ഒരു ഉല്ലാസത്തിലാണ്. കാരണം വെച്ചാൽ ഉന്മാദത്തിലാണ്. കാരണം ഇത് പ്രത്യേകിച്ച് ഇന്നത് കേൾക്കുമ്പോൾ ഒരു റിലീഫാണ്. അപ്പോൾ എന്തായാലും പുതിയ അതിഥി വീട്ടിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് എല്ലാ ആശംസകളും. അതോടൊപ്പം അപ്പം എല്ലാ ആശംസ. അതോടൊപ്പം ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർക്ക് നിങ്ങളുടെ ഈ ഒരു ഇടപെടൽ, നിങ്ങൾ ഇതിനെ ഫേസ് ചെയ്ത രീതി, അതൊക്കെ ഒരു റോൾ മോഡലായി മാറട്ടെ. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.